മിഡിൽ ഈസ്റ്റിലേക്ക് ആർമാഡ അയച്ചിരിക്കുന്നു. ഇറാന്റെ പണി കഴിക്കും, ഇറാനെ ഇല്ലാതാക്കും, തീർത്ത് കളയും, മുക്കിക്കളയും, അതുപോലെ മൂക്കിൽ വലിച്ചു കളയും. പുലി വരുന്നേ എന്ന് പറഞ്ഞ ആളുകളൊക്കെ പേടിച്ചു നിൽക്കുന്ന സമയത്ത് മുന്നിലേക്ക് ചാടി വന്ന് നോക്കുമ്പോൾ ഇതൊരു പൂച്ചയായിരുന്നു എന്ന അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കാര്യം കിടക്കുന്നത്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇറാൻ പറയുന്നു യു കനോട്ട് സ്റ്റാർട്ട് എ വാർ ആൻഡ് ദെൻ ഡിമാൻഡ് എ സീസ് ഫയർ വെനെവർ യു വാണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് യുദ്ധം ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് യുദ്ധം നിർത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? അതൊരിക്കലും ഇറാന് മുന്നിൽ നടക്കില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അവർ ആർമഡ് ഫോഴ്സ് ആർ ഡിറ്റർമൈൻഡ് ടു ടീച്ച് ദി എനിമി എ ലെസൺ ദേ വിൽ നെവർ ഫോർഗെറ്റ്. ഒരിക്കലും ശത്രു മറക്കാത്ത രീതിയിലുള്ള ഒരു പാഠം നൽകിയിട്ട് ഞങ്ങൾ നിങ്ങളെ തിരിച്ചയക്കൂ എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ കാരണം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സീസ് ഫയറിനെ കുറിച്ചാണ്, യുദ്ധം വെടിനിർത്തലിനെ കുറിച്ച് മാത്രമാണ്. നോക്കൂ നിങ്ങൾ, ഇറാൻ ഇന്നും ഇപ്പോൾ അമേരിക്കയുടെ ഒരു കപ്പൽ ആക്രമിച്ച് തകർത്തിരിക്കുകയാണ്. ഇറാൻ സേസ് ഇറ്റ് സ്ട്രക്ക് എ അമേരിക്കൻ ഓയിൽ ടാങ്കർ ഇൻ ദി സ്ട്രൈറ്റ് ഓഫ് ഹുർമുസ്. ഹുർമുസ് കടലിടുക്കിൽ ഇപ്പോൾ അമേരിക്കയുടെ ഒരു എണ്ണ ടാങ്കർ, ഓയിൽ ടാങ്കർ ഇപ്പോൾ തകർത്തിരിക്കുകയാണ്, ആക്രമിച്ചിരിക്കുകയാണ്. അതിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് പുതിയതായി ചുമതല ഏറ്റിട്ടുള്ള മുജ്തബ ഖാംനയി ടു ഗിവ് എ സ്പീച്ച് ടുഡേ. ഇന്ന് മിഡിൽ ഈസ്റ്റിലുള്ള സാഹചര്യങ്ങളെ കുറിച്ച്, അമേരിക്ക ആവശ്യപ്പെടുന്ന വെടിനിർത്തലിനെ കുറിച്ച്, വെടിനിർത്തുകയാണെങ്കിൽ ഇറാന്റെ ഡിമാൻഡുകൾ എന്തായിരിക്കും, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് രാത്രി ലോകത്തോട് പങ്കുവെക്കാൻ പോകുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ പ്രതിസന്ധികൾ, ലോകം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എണ്ണ പ്രതിസന്ധി, ഇതിനുള്ള പരിഹാരം എന്താണ് ഇറാന്റെ മുന്നിലുള്ളത് എന്ന് ഒരുപക്ഷെ ഇന്ന് പങ്കുവെക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ മുഖമൂടി ഇറാൻ കാരണത്താൽ ഇപ്പോൾ വലിച്ചു ചീന്തപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഇത് അലി ലാർജാനി എന്നറിയപ്പെടുന്ന ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറയുകയാണ്, ട്രംപ് പറയുന്നു ട്രംപിന് 1 മണിക്കൂർ കൊണ്ട് ഇറാനിലുള്ള പവർ സപ്ലൈ പൂർണ്ണമായും ഇരുട്ടിലാക്കാൻ സാധിക്കുമെന്നാണ്. അതിന് പ്രതികരിച്ചുകൊണ്ട് എന്താണ് ലാർജാനി പറഞ്ഞിരിക്കുന്നത്? ഇറാൻ ശക്തമായ രൂപത്തിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഇറാന് 1/2 മണിക്കൂർ കൊണ്ട് അങ്ങനെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അത് വളരെ നല്ലത്, പക്ഷെ ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞത് നല്ല കാര്യമാണ്. പക്ഷെ ഇഫ് ദേ ഡു ദാറ്റ്, അങ്ങനെ അമേരിക്ക ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും 1/2 മണിക്കൂർ കൊണ്ട് ഈ പ്രവിശ്യയിലുള്ള മുഴുവൻ കരണ്ടും ഞങ്ങൾ കട്ട് ചെയ്യും, എല്ലാം ഞങ്ങൾ ആക്രമിച്ച് 1/2 മണിക്കൂർ കൊണ്ട് തകർക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുരക്ഷയും തേടി ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ സൈനികർക്ക് ഇരുട്ടിൽ അവരെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് നല്ല സുഖമാണ് എന്നാണ് ഇറാൻ നേതാവ് ലാർജാനി പറഞ്ഞിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് US pushes for ceasefire as Iranian missile strike caused massive damage. ഇസ്രായേലിനും അതുപോലെ അമേരിക്കക്കും വലിയ രൂപത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇറാന്റെ മിസൈലുകൾ ഉണ്ടാക്കുന്ന കാരണത്താൽ ഇപ്പോൾ വെടിനിർത്തലിന് വേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലുള്ള ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് റിക്വസ്റ്റഡ് എ സീസ് ഫയർ ഫ്രം ദി ഇറാൻ സ്റ്റേറ്റ് ത്രൂ വേരിയസ് ചാനൽ. വ്യത്യസ്തമായ ചാനലുകൾ, മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട്, വ്യത്യസ്തമായ മധ്യസ്ഥരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല രീതിയിലായി ഇപ്പോൾ ഇറാനോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വെടിനിർത്തലിന് വേണ്ടി. പക്ഷെ ആ വെടിനിർത്തൽ ഇപ്പോൾ നടക്കുകയില്ല. തീർച്ചയായും ഈ ആക്രമണം തുടങ്ങി വെച്ചവരെ ഇനി ഒരിക്കലും അവർ ഈ പണി ചെയ്യാത്ത വിധം അവരെ പാഠം പഠിപ്പിച്ചിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വിദേശകാര്യമന്ത്രിയും പറഞ്ഞിരിക്കുകയാണ്.